ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് എൻ്റെ ഒരു ദിവസം കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എണീറ്റു, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, മോളുടെ കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ റൂം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബിസി ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് ഓഫീസിലേക്ക് എനിക്ക് ഇന്ന് പോകണം. നമ്മുടെ ഓർഡേഴ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്യാനായിട്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുവാണ്. ഞാൻ അതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഓഫീസിൽ ഞാൻ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു ബിസി വർക്ക് ഡേ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ബാലൻസിലാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. കാരണം എല്ലാ ദിവസവും ഓഫീസിൽ പോയിരിക്കുന്നത് പോസിബിൾ അല്ല എനിക്ക്. അപ്പൊ അത് കാരണം തന്നെ ഞാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ ഹെയർ ഇന്ന് രാത്രി വാഷ് ചെയ്തു. ഞാൻ ജനറലി ഇപ്പോൾ രാത്രിയാണ് തല കുളിക്കാറ്. എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ ഹെയർ വാഷ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ബോഡി വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോഡി വാഷ് ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. അപ്പോൾ അവിടെ സ്റ്റാഫെല്ലാം പാക്കിങ്ങും അവിടുത്തെ ജോലിയൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ഏതായാലും അവിടെ പോയി എനിക്കൊന്ന് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇന്ന് പുറത്തു പോകാൻ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയെല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഏതായാലും ബോഡി വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ബോഡി വാഷ് ചെയ്തിട്ട് വന്നു. ആദ്യം ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ 2025 പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് വണ്ടർ സെറമൈഡ് മോച്ചി ഇമൽഷൻ. അപ്പോൾ ഇത് ടോണി മോളിയുടെ ആണ്. ഇതാണ് ഞാൻ എൻ്റെ ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ബോഡിയിൽ മാത്രമേ, ഞാൻ ഫേസിൽ ഇത് യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അമ്മയുടെ ഒരു ചുരിദാറാണ്. ചുരിദാർ വെച്ച ടോപ്പാണ്. അതിൽ ഞാൻ എൻ്റെ ഒരു സ്ട്രെയിറ്റ് കട്ട് പലാസോ പാൻറ് ഉണ്ടായിരുന്നു, അതാണ് ഇതിൽ പെയർ ചെയ്തത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എൻ്റെ കാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തത്. അത് ആക്ച്വലി എൻ്റെ നെയിൽ റിമൂവ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എൻ്റെ ടോ നെയിൽ, ലെഫ്റ്റ് ടോ നെയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. 10 years ബാക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്ലാസ് ജാർ വന്ന് അതിൽ വീണിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ബ്ലഡൊക്കെ പോയി, നല്ലൊരു വൂണ്ടാണ് വന്നത്. അതിൽ ഡ്രസ്സൊക്കെ ചെയ്തു വെച്ചു. ഇതുവരേക്കും 10 വർഷമായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയിലിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയി. എന്നിട്ട് ആ നെയിൽ ഡിഫോംഡ് ആയി, ഷ്രിങ്ക് ആയി എന്ന് വേണമെങ്കിൽ പറയാം. നെയിൽ ഭയങ്കര ചെറുതായിട്ട് സ്കിന്നിലേക്ക് ഇറങ്ങി, അങ്ങനെ ഒരുപാട് പ്രശ്നമായി. അങ്ങനെ അവസാനം ഡെർമറ്റോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു. ഒരു 4-5 ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണിച്ചു. പക്ഷെ എല്ലാവരും സെയിം മെഡിക്കേഷനാണ് പറയുക, ഡ്രോപ്സും പിന്നെ സാലിസിലിക് ആസിഡിന്റെ ഓയിൻമെന്റും ഒക്കെ. പക്ഷെ അതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ കിംസിൽ ഡോക്ടർ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു സർജൻ ഉണ്ട്, സീനിയർ സർജൻ ആണ്. അപ്പോൾ പുള്ളിക്കാരനെ പോയി കണ്ടു. പുള്ളിക്കാരൻ അഡ്വൈസ് ചെയ്തത് ടോനെയിൽ റിമൂവ് ചെയ്യാനാണ്. കാരണം അത് ഡാമേജ്ഡ് ആയി കഴിഞ്ഞു, അങ്ങേ ഏറ്റവും ആയി കഴിഞ്ഞു. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ടാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യം ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് നടക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. പിന്നീട് 5 days ബാക്ക് ഇപ്പോൾ സന്ദേശി ഞാനും കൂടെ പോയിട്ട് റിമൂവ് ചെയ്തു. എൻ്റെ ടോനെയിൽ റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ അമ്മേ ഭയങ്കര വേദനയായിരുന്നു. ടോനെയിൽ റിമൂവ് ചെയ്താൽ നമ്മൾ അറിയില്ലല്ലോ. പക്ഷെ ആ തരുന്ന ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു 3 ഇഞ്ചക്ഷൻ അതെനിക്ക് തന്നു. എൻ്റെ അമ്മ എന്ത് വേദനയായിരുന്നു അറിയോ, ഭയങ്കര വേദനയായിരുന്നു. ഏതായാലും കഴിഞ്ഞല്ലോ. പിന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒരു 1 day കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അന്നും പോയി. സാറ്റർഡേ റിമൂവ് ചെയ്ത് പിന്നെ മൺഡേ ചെല്ലാൻ പറഞ്ഞു. മൺഡേ പോയി. അന്ന് സന്ദേശിച്ചുണ്ടായിരുന്നു. സന്ദേശിച്ചാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മളോടൊക്കെ ഉള്ളത് എപ്പോഴും. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. അത് ഭയങ്കര ഹൊറിബിൾ ആണ്. പിന്നീട് ഇതുപോലെ മെയിൽ എഴുതുന്ന, ഇപ്പൊ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സിങ് ഏരിയ കവർ ചെയ്ത് വെക്കണമല്ലോ. മോളുടെ ഒരു നാപ്പി ഡിസ്പോസിങ് ബാഗ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ എടുത്ത് ചുറ്റിനും കണ്ടില്ലേ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചേക്കും. എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. അപ്പൊ അത് മാത്രം ഒരു വലിയ ടാസ്ക് ആണ്. അതിനിപ്പോൾ ഞാൻ റെഡി ആയിട്ട് സംസാരിക്കാം, കാരണം സമയം പോകുന്നു. ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ ആൾക്കാർ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, അയ്യോ എനിക്ക് ഇതേ സെയിം ഇഷ്യൂ ഉണ്ട്, എന്ത് ചെയ്യാ. ചില ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണിക്കില്ല, അങ്ങനെ വെച്ചോണ്ടിരിക്കുക, അത് മാറും എന്നുള്ള രീതിക്ക്. ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്റെ ഡീക്ലട്ടറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ട് കുറേ സാധനങ്ങൾ കളഞ്ഞു. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ, യെസ്. അപ്പം ഒരുപാട് പേരിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം ദൈവത്തെ ഓർത്ത് അങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. കാരണം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. വലിയ പണിയാണ്. ഒന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുക, ഒരു സർജനെയോ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുക. പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം മോയ്സ്ചറൈസർ എടുത്തു. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇടണം. അങ്ങനെ ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കണ്ണെന്തെങ്കിലും എഴുതിയിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. സൺസ്ക്രീൻ ഇത് ബ്യൂട്ടി ഓഫ് ജസോറിന്റെ ആണ്. ഞാൻ ജനറലി ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ആക്ച്വലി ചേച്ചിയോട് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നേരെ ഷോപ്പിലേക്ക് പോകും. ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. വളരെ എളുപ്പത്തിൽ ചെയ്താണ്. ഈ മേക്കപ്പ് ലുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുള്ളവർക്ക് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. ഹലോ, ഞാൻ ഓഫീസെത്തി. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ഏരിയ. ഇത് ബാക്ക് ഡ്രോപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇത് ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ റൂം വെച്ചിരിക്കുന്നത്. കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഏതായാലും നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. എനിക്കൊന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതും കൂടെ കുറച്ച് റീസ്റ്റോക്കും വന്നിട്ടുണ്ട്. കുറച്ച് ഡിമാൻഡ് കൂടിയ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ജ്വല്ലറീസ് ആണ്, ഞാൻ ആഭരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആഭരണം വന്നിട്ടുണ്ട്. അത് കൂടാതെ പുതിയ കുറച്ച് ഐറ്റംസും കൂടി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഐറ്റംസ് എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ഫാമിലിയർ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് നോർമൽ സിറ്റ് ഡൗൺ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കാരണം വീട്ടിൽ ഞാനിപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. വീട്ടിലാണെങ്കിൽ കുഞ്ഞിങ്ങനെ ഓടി നടക്കും. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് ജോലിയുണ്ട്. കാരണം എനിക്ക് കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലാണ് ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ആയത് കാരണം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഇനി പോയിട്ട് വരാൻ സമയത്ത് അതെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് പയ്യെ എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ ഹസ്ലീസ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഹസ്ലി ഇതെല്ലാം വന്നിട്ടുണ്ട്. കൂടാതെ ഞാൻ കാണിച്ചിരുന്ന പ്രീമിയം കളക്ഷൻസ്. അപ്പോൾ ഇപ്പോൾ പ്രീമിയം ആക്ച്വലി കുറച്ച് മൂവിങ് ആണ്. കാരണം ആൾക്കാർക്ക് ഇച്ചിരിയും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ് വേണമെന്ന് നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പെട്ടെന്ന് കേടായി പോവാത്ത ഐറ്റംസ് ഒക്കെയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് നല്ല ഐറ്റം ആണെന്ന് പറഞ്ഞാൽ നമ്മളത് സൂക്ഷിക്കുന്നതിലും കാര്യമുണ്ട്. ഓക്കെ, ഒരു മൽമൽ ക്ലോത്തിൽ റാപ്പ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെൽവെറ്റ് ഒരു ക്ലോത്തിൽ റാപ്പ് ചെയ്ത് ജ്വല്ലറീസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കാലം അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ കളറൊന്നും ഫീഡ് ആവാതെ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടുവാണെങ്കിലോ ജ്വല്ലറീസ് ഇവിടെ ഇടുക അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് അത്രയും അത് സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഓർഡർ തന്നു എന്ന് വെച്ചോളൂ. എ എന്ന് പറയുന്ന ആൾ ഈ ഒരു ഹസ്ലി ഓർഡർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ആ എ എന്ന് പറയുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആണല്ലോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ വരും, വിത്ത് അഡ്രസ്സ് എല്ലാം വരും. ഈ ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണിൽ നമ്മൾ ആരുടെ ആണോ അഡ്രസ്സ്, ആ അഡ്രസ്സ്, ആ പേരും അഡ്രസ്സും ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് അഡ്രസ്സ് വെച്ചിട്ട് പേരും ഓർഡർ നമ്പറും വെച്ചിട്ട് നമ്മൾ ഈ ഫോട്ടോ എടുക്കും. ദാറ്റ് ഈസ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് ഓരോ പ്രോഡക്റ്റ് അയക്കാൻ സമയത്തും ഓരോ പ്രോഡക്റ്റ് അയക്കുമ്പോഴും അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. ദാറ്റ് ഈസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഒരു ത്രെഡ് വെച്ചോ, അതെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ തിങ്ങിൻ്റെ ഫോട്ടോ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ എടുത്തിട്ട് ഇന്ന ആളാണെന്നുള്ള രീതിക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളിത് ആ ആൾക്ക്, സപ്പോസ് എക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പാച്ച് ചെയ്ത് എക്ക് ഇത് ലഭിക്കുമ്പോൾ, ഇത് കൈ കിട്ടുമ്പോൾ ഡാമേജ് ഒന്നും കാണത്തില്ല. ഇൻ കേസ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇൻ കേസ് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പണിംഗ് വീഡിയോ, അത് എല്ലാ ജ്വല്ലറി സെല് ചെയ്യുന്ന ആൾക്കാർക്കും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാമേജ് പീസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് റീഫണ്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യും. അതിൽ നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നമുക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ ചെയ്യാൻ ഒരു മടിയില്ല. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മളൊരു പ്രോഡക്റ്റ് അയക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കിയിട്ടായിരിക്കും അയക്കുന്നത്. ഒരു പൊട്ടിയ സാധനം നമ്മൾ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കുക, നമ്മൾ ഒരിക്കലും അയച്ചു കൊടുക്കില്ലല്ലോ. അപ്പം അത് ഞാൻ ആദ്യമേ ക്ലാരിഫൈ ചെയ്തു. കാരണം നമുക്ക് ഒരു ക്വയറി അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഏതായാലും അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി കുറച്ച് പീസസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഹസ്ലി കാണാം. ഇതൊരു പീകോക്ക് ഹസ്ലിയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പീകോക്ക് ഹസ്ലി. അപ്പോൾ ഹസ്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പീസാണ്. സ്റ്റിഫായിട്ടാണ് അതിൻ്റെ നെക്ക് ലൈൻ ഇരിക്കുന്നത്. ഈ നെക്ലെസ് വന്നിട്ട് സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഹസ്ലി. ഇതിൽ ത്രെഡ് ഉണ്ടാകും. നിങ്ങൾക്കിങ്ങനെ കണ്ടില്ലേ, ഇതിനോടൊപ്പം ഇയർ റിങ്സും ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ഇൻഡോ വെസ്റ്റേൺ ഇടുകയാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണിത്. അപ്പോൾ ഇതാണ് ഒരു പീകോക്ക് ഹസ്ലി. നമ്മുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഹസ്ലി എന്ന് ടൈപ്പ് ചെയ്താലും മതി, നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. വേറൊരു ഹസ്ലി
താമരയുടെ ഒരു ഹസ്ലിയാണ്. ദേ ഇത് കണ്ടില്ലേ, വളരെ ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾ നോക്കൂ, ഭയങ്കര യുണീക്കായിട്ടുള്ള നല്ല ബ്ലെൻഡായി പോകുന്ന കളേഴ്സാണ്. അതിൻ്റെ ഇയർ റിങ്സും ഉണ്ട്, സെയിം ഡ്രോപ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇയർ റിങ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണിത്. വേറെ ഇതൊരു നവരത്നത്തിൻ്റെ ഹസ്ലിയാണ്, അത് കാണിച്ചു തരാം. എനിക്കൊന്ന് ഹസ്ലി സെറ്റിന് ഇപ്പം ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് ഇത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട്. ഏത് ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഇത് സ്യൂട്ടബിൾ ആയിട്ട് പോകും. ഇപ്പം ലെഹങ്ക ആണെങ്കിലോ സാരീസ് ആണെങ്കിലോ ഇപ്പോൾ ഒരു ഇൻഡോ വെസ്റ്റേൺ ആണെങ്കിലോ ഒക്കെ നമുക്കത് സ്യൂട്ടബിൾ ആയിട്ട് പോകും. ഇതൊരു നവരത്നത്തിൻ്റെ ഹസ്ലിയാണ്. നോക്കൂ, സിമ്പിൾ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പെൻഡൻറ്റ് വിത്ത് ഈ ഒരു സ്റ്റിഫായിട്ടുള്ളൊരു പീസാണ്. നവരത്ന ഇയർ റിംഗ്, അതിൽ തന്നെ വേറെ സ്റ്റോൺസ് വരുന്നതുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ആ ഡ്രോപ്സ് അത് ബ്ലൂ ആയിരുന്നു, ഒരു ഗ്രീനിഷ് ബ്ലൂ ആയിരുന്നു. ഇതൊരു പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ഷെയ്ഡാണ്. പിന്നീട് ഇത് നമ്മുടെ വിക്ടോറിയൻ കളക്ഷനിൽ വരുന്നതാണ്. പ്രീമിയം സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കട്ട് സ്റ്റോൺസ് എല്ലാം പ്രീമിയം ആണ്. ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇതൊരു പെർഫെക്റ്റ് ഒരു പാർട്ടി വെയർ നെക്ലസ് ആണ്. അതിനോടൊപ്പം സ്റ്റഡ് ആണുള്ളത് വെയർ ചെയ്യാനായിട്ട്, ഇയർ റിങ്സ് ആയിട്ട്. ഇതും അടുത്തൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ, വിക്ടോറിയൻ കളക്ഷനിൽ തന്നെ വരുന്നതാണ്. ബ്യൂട്ടിഫുൾ പീസാണിത്. ഇതിനോടൊപ്പം സ്റ്റഡാണ് വരുന്നത്. ഇതിനൊക്കെ ത്രെഡ് തരും കേട്ടോ, ത്രെഡും ഇട്ടിട്ടാണ് ഇത് ഇടേണ്ടത്. ത്രെഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തരും. ഇത് അടുത്ത പീസ് വന്നതാണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് വിത്ത് കട്ട് സ്റ്റോൺസ്. ഇതും എല്ലാം പ്രീമിയം കളക്ഷനിൽ വരുന്ന വിക്ടോറിയൻ കളക്ഷൻ ആണ്. അതിനോടൊപ്പം ഇയർ റിങ്സും വരുന്നുണ്ട്. നോക്കിയിരിക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇനിയും കളക്ഷൻസ് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻസ് എന്തെങ്കിലും വേണം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ആഭരണത്തിന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുക. ഇത് കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ്. നമ്മുടെ മഹാലക്ഷ്മി കളക്ഷനിലുള്ള തന്നെയാണ്. നെക്ലസ് ഭയങ്കര ഭംഗി. ഇതൊരു സിംഗിൾ പീസ് ഇട്ടാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ജുംക്കയാണ് വരുന്നത്. ഒരു മഹാലക്ഷ്മി ജുംക്കയാണ് വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കെംപ് സ്റ്റോൺ വരുന്ന ഒരു നെക്ലസ് ആണ്. വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നെക്ലസ് ആണ്. ഡ്രോപ്സ് പോലെ ഇരിക്കുന്ന ഗ്രീൻ ഇടയ്ക്ക് വരുന്നുണ്ട്. റെഡ് ആണ് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അതിൽ ഗ്രീൻ സ്റ്റോൺസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ 3 ഡ്രോപ്സ് വരുന്ന ഇയർ റിങ്സ് ആണ് ഇതിലുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോക്കർ പോലെ എന്തെങ്കിലും ഇടാം. അപ്പോൾ അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് കൂടിയാണ്. അപ്പം ഇത് സ്ട്രൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു നെക്ലസ് ആണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ്. ഇത് ഡബിൾ സൈഡഡ് നെക്ലസ് ആണ്. ഇതിൽ ഒരു വശത്ത് ഇതുപോലത്തെ റെഡ് കെം സ്റ്റോൺസ് ആണ് വരുന്നത്. ഈ മറുവശത്ത് ഗ്രീൻ കെം സ്റ്റോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഡബിൾ സൈഡഡ് ആയിട്ട് അതിനോടൊപ്പം പേൾ ഡ്രോപ്സും ഉണ്ട്. അതേ കണ്ടില്ലേ, നല്ല നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ സിംഗിൾ ലെയർ ആണെന്ന് തോന്നും, പക്ഷേ ഇതിൽ പേൾ ഡ്രോപ്സ് ഉള്ളത് കാരണം നമ്മൾ ഇട്ട് വരുമ്പോൾ നമ്മുടെ നെക്ക് നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ ഗ്രീൻ, ഈ സൈഡ് ഗ്രീൻ. ഇതിൽ 2 പെയർ ഓഫ് ഇയർ റിങ്സ് വരുന്നുണ്ട്. ഒന്ന് ഇതുപോലെ റെഡും വരുന്നുണ്ട്, അതിനോടൊപ്പം പിങ്കും വരുന്നുണ്ട്. കണ്ടില്ലേ, കാരണം ഇത് 2 സൈഡാണല്ലോ. അപ്പം ഓരോ സൈഡ് ഇടുമ്പം ഓരോ വശത്ത്, അല്ലെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വിടാം. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്ന കളക്ഷനാണത്. ഈ ഒരു പീസ് 2 ലെയറിലാണ് എൻ്റെ ചെയിൻ വരുന്നത്. ഇച്ചിരി ഡീപ്പ് നെക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. ഇപ്പം എൻ്റെ നെക്ക് ലൈൻ കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. കുറച്ച് ഡീപ്പാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിനോടൊപ്പം നല്ലൊരു ഫാൻസി ഇയർ റിംഗ് ആണിത്. ഇതൊരു പിങ്കിഷ് ഒരു ഷെയ്ഡിലാണ് വരുന്നത്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കൂടിയുണ്ട്, സെയിം ഒരു ഗ്രീനിഷ് ബ്ലൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ www.abharanam.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്വല്ലറീസ് എല്ലാം കാർട്ടിലിട്ടതിന് ശേഷം അതെല്ലാം പർച്ചേസ് ചെയ്യുക. ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഐറ്റം നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അതല്ല വൈകുന്നേരം രാത്രിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ സാറ്റർഡേ നമ്മൾ കൊടുക്കും. എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ്റർഡേസ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തുവിടും. സൺഡേസ് നമ്മൾ ഓഫാണ്, ദാറ്റ് ഈസ് ഓഫേഴ്സ് ഓഫാണ്. പക്ഷേ വെബ്സൈറ്റ് വർക്കിംഗ് ആയിരിക്കും. സൺഡേ ഇടുന്ന ഓർഡേഴ്സിന് മൺഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാണിച്ചെന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ വേറെ ജോലിയിലേക്ക് പോകാൻ പോവാണ്.
രണ്ടാളും ഇനി പുറത്ത് പോകാൻ പോകുന്നു. എവിടെ പോകുന്നു മോനെ? നമ്മൾ എവിടെ പോകുന്നു? ലുലു മോൾ. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ലുലു മോൾ മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിനെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കണ്ട, എപ്പോഴും ലുലു മോളിൽ പോകണം. അപ്പോൾ ഐശ്വര്യയും കാർത്തികയും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി ആദ്യം ഐശ്വര്യ കാർത്തികയെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ലുലുവിലേക്ക് പോകും. ബൈ ബൈ പറയും, ബൈ ബൈ. കിസി കിസി, ഉമ്മ തരും, അമ്മയ്ക്ക് ഉമ്മ 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 ഉമ്മ. മോള് കാർ സീറ്റിലിരുന്നു. ഇനി ഐശ്വര്യനെയും കാർത്തികേനെയും കൂടെ ഞാൻ പിക്ക് ചെയ്യാൻ പോവുകയാണ്. ഐശ്വര്യനെയും കാർത്തികേനെയും പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ലുലു മോളിലേക്ക് പോയി. കാരണം ഇപ്പോൾ ലുലു മോൾ മാത്രമല്ലേ ഉള്ളൂ, മോളെയും കൊണ്ട് പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. ആക്ച്വലി മോക്കും വീട്ടിലിരുന്നിരുന്ന് ബോറടിക്കും. അവിടെ ചെന്നപ്പോൾ മോക്ക് പരിചയക്കുറവൊന്നുമില്ല, മോക്ക് ഭയങ്കര പരിചയമാണ്. കാരണം കുറേ ഇങ്ങനെ സ്ഥിരമായിട്ട് പോയി 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 മോൾക്ക് ഇപ്പോൾ ലുലു മോളെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ആക്ച്വലി പറഞ്ഞാൽ. എന്നിട്ട് അവിടെ മോള് നടപ്പ് തുടങ്ങി. നടന്ന് ഹാംലീസിൻ്റെ അവിടെ പോയി. ഹാംലീസിൻ്റെ അവിടെ ഒരു ജയൻറ്റ് വീൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഓരോ ഡോൾസും ഒക്കെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് അതിനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ആദ്യം ഒന്ന് വെസ്റ്റ് സൈഡിൽ കയറുമായിരുന്നു. അവിടെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഞാൻ വേഗം പോയി ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. കാരണം 2 സ്ട്രെയിറ്റ് കട്ട് പാൻസ് മേടിക്കണമായിരുന്നു. അത് മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്ലെയിം ആൻഡ് ഗോയിലേക്ക് പോയി. ഇപ്പോഴത്തെ ഒരു എനിക്ക് കുമാർ കഫേ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫ്ലെയിം ആൻഡ് ഗോ ആണ്. കാരണം ഏഷ്യൻ ഫുഡാണ് ഫ്ലെയിം ആൻഡ് ഗോയിൽ സെർവ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. എനിക്ക് അവിടെ നിന്ന് എത്ര കഴിച്ചിട്ടും മതിയാകുന്നില്ല. അവിടെ പോയിട്ട് നമ്മൾ പഡ്തായ് ഓർഡർ ചെയ്തു, സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു, അതിനോടൊപ്പം ഒരു സെസമേ ചിക്കൻ ബോൾ ഓർഡർ ചെയ്യും. അപ്പോൾ ആ സെസമേ ചിക്കൻ ബോളിൻ്റെ റൈസ് മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മോക്ക് റൈസ് എല്ലാം കൊടുത്തു. അതിനോടൊപ്പം നമ്മളൊരു ജേഡ് ലെമനേഡ് പറഞ്ഞു, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഫ്ലെയിം ആൻഡ് ഗോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡിനോടൊപ്പം തന്നെ അവിടുത്തെ സർവീസും ഭയങ്കര നല്ലതാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. മോക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്തു. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് മോളെ ഇങ്ങനെ താഴെ വിടാൻ പറ്റില്ലല്ലോ, അവിടെ കുറച്ച് ക്രൗഡഡ് അല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ മോളെ എടുത്ത് ആ ട്രോളിയിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത്. അതൊന്നും ഇഷ്ടമല്ല ആൾക്ക്. പക്ഷേ ഐഷുവും കാർത്തികയും കൂടി ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു മോളെ. അതെല്ലാം മേടിച്ചു കഴിഞ്ഞതിന് ശേഷം പയ്യെ നമ്മൾ നടന്നു കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഏകദേശം ഷോപ്സ് എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 മണിയായി കാണും. ആ ഒരു സെൻറ്റർ പോയിന്റിൽ തന്നെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ മോളെ ഒന്ന് നടക്കാനായിട്ട് ഞങ്ങൾ വിട്ടു. വളരെയധികം എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം. നല്ല എക്സസൈസ് ആണല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോടെല്ലാം സംസാരിക്കാൻ നടക്കും. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരോടും ഇങ്ങനെ അടുത്തടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നൊരു കുളിയും കഴിഞ്ഞിട്ട് അങ്ങ് ഒരു ഉറക്കമാണ്. പിന്നെ രാവിലെ എണീക്കുള്ളൂ. കാരണം അത്രയും എക്സസൈസ് ആയി കഴിഞ്ഞല്ലോ. ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 3 കൂടി ഇത് കണ്ട് നമ്മൾ സന്തോഷിക്കുകയായിരുന്നു. നമുക്ക് ഒത്തിരി നടക്കാനൊന്നും വയ്യ, പക്ഷേ എന്നാലും മോൾ നടക്കുന്ന കണ്ടിട്ട് നമ്മൾ ഒത്തിരി സന്തോഷിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.